പെരിന്തൽമണ്ണയിലുള്ള ആയിഷ കോംപ്ലക്സിൻ്റെ അവിടുന്ന് ചില്ലീസ് ജംഗ്ഷൻ വരെ ആ റോഡ് വിപുലമായ റബ്ബറൈസ് ചെയ്ത് 2 വരി പാതയാക്കി മോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ഇവരാരും കാണാത്ത ഒരു പദ്ധതിയാണ്. വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ബജറ്റ് പെരിന്തൽമണ്ണ നഗരസഭ കഴിഞ്ഞത് 30 വർഷം കാണാത്ത ഒരു ബജറ്റാണ്. വളരെ ദൂരക്കാഴ്ചയോടുകൂടെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണയിലുള്ള ആയിഷ കോംപ്ലക്സിൻ്റെ അവിടുന്ന് ചില്ലീസ് ജംഗ്ഷൻ വരെ ആ റോഡ് വിപുലമായ റബ്ബറൈസ് ചെയ്ത് 2 വരി പാതയാക്കി മോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ഇവരാരും കാണാത്ത ഒരു പദ്ധതിയാണ്. ഈ 30 വർഷം ആരും കാണാത്തൊരു പദ്ധതിയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ 30 വർഷമായിട്ട് പെരിന്തൽമണ്ണയിലെ ദ്രവമാലിന്യം എന്നത് അതിനെ ഒന്നും ചെയ്യാതെ 30 വർഷമായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല. ചെയ്താൽ അവർ തെളിയിക്കട്ടെ. ആ ഊട്ടി റോഡിലൂടെയൊക്കെ ഇപ്പോഴും നടന്നു പോകാൻ വയ്യ. മൂക്ക് പൊട്ടാതെ ഊട്ടി റോഡിലൂടെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ആ ദ്രവമാലിന്യങ്ങൾ മുഴുവൻ ഞങ്ങളത് പ്രിസർവ് ചെയ്ത് ശുദ്ധമാക്കി അതിനെ മുഴുവൻ എടുത്ത് നമ്മൾ പ്ലാന്റിൽ കൊണ്ടുപോയി അതിനെ വേർതിരിച്ച് ശുദ്ധമായ വെള്ളം കൃഷിക്കും അതേപോലെ തന്നെ ബാക്കിയുള്ളത് വളമാക്കി മാറ്റാവുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നുണ്ട്. ഈ മാർച്ച് ഏപ്രിലോട് കൂടി തന്നെ ആ പദ്ധതിയുടെ പ്ലാനിങ് പൂർത്തിയാവും. ഈ ബഡ്ജറ്റ് പീരീഡിൽ തന്നെ ആ പദ്ധതി പൂർണ്ണമാവാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയാവുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് 70 വയസ്സ് കഴിഞ്ഞവർക്ക് 70 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ടവർക്ക് നമ്മുടെ ഭക്ഷ്യക്കിറ്റ് വിതരണം. ഇവർ ഇടയ്ക്ക് ഓരോ കിറ്റ് കൊടുക്കുന്നതല്ല, നമ്മൾ 3 മാസം കൂടുമ്പോൾ നല്ല രീതിയിലുള്ള ഓരോ കിറ്റ് 70 വയസ്സ് പൂർത്തിയായവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ പട്ടണത്തെ നവീകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പദ്ധതിയാക്കി നമ്മളിതിനകത്ത് ഈ ബഡ്ജറ്റിനകത്ത് ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നേയില്ല. പെരിന്തൽമണ്ണയുടെ വികസനത്തിന് രാഷ്ട്രീയമായിട്ട് വേർതിരിവിൻ്റെ ആവശ്യമില്ല. എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പെരിന്തൽമണ്ണയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അതാണ്. ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ പെരിന്തൽമണ്ണയിലെ 37 വാർഡുകളെയും ഒരുമിച്ച് കൊണ്ടുപോയി പെരിന്തൽമണ്ണ പട്ടണത്തിൻ്റെ സമഗ്രമായ ഒരു വികസനത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ മതവർഗ ചിന്തകൾക്കപ്പുറത്ത് നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ പെരിന്തൽമണ്ണയ്ക്ക് രക്ഷയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ വൈസ് ചെയർമാൻ ഈ തരത്തിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.